ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്മാനി ചരിത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലെ സുപ്രധാന പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ സബരി എഫന്തി. 1869 ജനിക്കുകയും 1954 മരണമടയുകയും ചെയ്ത അദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അവസാനത്തെ ഷെയ്ഖുൽ ഇസ്ലാം പദവിയിലിരുന്ന പണ്ഡിതനാണ്. ഷെയ്ഖുൽ ഇസ്ലാം പദവി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാടുകളിലും ചുറ്റുപാടുമൊക്കെ അറിയുന്നത് പോലുള്ള ചെറിയൊരു പദവിയല്ല. ഒരു ഖിലാഫത്തിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന സുൽത്താന് തൊട്ട് താഴെയുള്ള പോസ്റ്റാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന പദവി. ആ പദവിയിലേക്ക് എത്തിച്ചേർന്ന അവസാനത്തെ ഉസ്മാനി പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ സബരി എഫന്തി. എഫന്തി എന്നത് പേരല്ല. ഉസ്മാനി ടർക്കിഷ് ഭാഷകളിൽ ആദരവിൻ്റെ അധ്യാപകനോ അല്ലെങ്കിൽ ഉയർന്ന റെസ്പെക്റ്റഡ് ആയ ആൾക്കാർക്കോ പണ്ഡിതന്മാർക്കോ അങ്ങനെയുള്ളവർക്ക് വിളിക്കുന്ന പേരാണ്, ഒരു അപരനാമമാണ് എഫന്തി എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ നിലപാടുകൾ സ്വീകരിച്ച പണ്ഡിതന്മാരിൽ ഒരാളാണ്. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തന്നെ പതനം നേരിട്ട് കാണുകയും അതിനുശേഷം ഉണ്ടായ കമാലിസ്റ്റ് ഭരണകൂടത്തെ ശക്തമായി വിമർശിക്കുകയും അതിനെതിരെ ധാരാളം വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പാർട്ടികൾ രൂപീകരിക്കുകയും രചനകൾ നടത്തുകയും വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്തയെയും തിയോളജിയെയും ഫിഖഹിനെയും തസവുഫിനെയും അടക്കമുള്ള അദ്ദേഹം കൈകാര്യം ചെയ്ത ഏകദേശം എല്ലാ വിജ്ഞാന ശാഖകൾക്കും പ്രചാരം നൽകുവാനും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുവാനും ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ സബരി എഫന്തിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ചുരുക്കെഴുത്ത്. നേരത്തെ പറഞ്ഞതുപോലെ 1869 സിവാഷ് വിലായത്ത് എന്ന് പറയുന്ന ഗവർണറേറ്റ് ഭാഗത്ത് തൊക്കാത്ത് എന്ന് പറയുന്ന ഭാഗത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചെറുപ്പകാലത്ത് തന്നെ സാധാരണ എല്ലാ പണ്ഡിതന്മാരെ പോലെ തന്നെയും ഖുർആൻ മനഃപ്പാഠമാക്കി മാറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം കൈസരി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്താണ്. അതുപോലെ അഹമ്മദ് ആസിം എഫന്തി എന്ന് വിളിക്കപ്പെടുന്ന അന്നത്തെ പ്രധാന ഒരു പണ്ഡിതൻ്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളെല്ലാം. അതിനുശേഷം അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വീണ്ടും ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചുറ്റുപാടുള്ള സ്ഥാപനങ്ങളിൽ പോവുകയും പഠിക്കുകയും പിന്നീട് ഫാത്തിഹ് മസ്ജിദിലെ പ്രധാനപ്പെട്ട അധ്യാപകനായി മാറുന്നതും നമുക്ക് കാണാം. 1898 മുതൽ 1914 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തന്നെ ദർബാറിൽ നടക്കുന്ന ക്ലാസുകൾക്ക് അവിടെ പങ്കെടുക്കുകയും പലപ്പോഴും അതിലെ ഒരു പ്രധാന ഭാഗമായി മാറുവാനും ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ സബരി എഫന്തിക്ക് കഴിയുന്നുണ്ട്. അതിന് പേര് വിളിക്കുന്ന ഹുസൂർ എന്ന പദമാണ്. അതായത് സുൽത്താൻ്റെ മുമ്പിൽ നടത്തുന്ന പ്രഭാഷണ പഠന പരമ്പരകളാണ് അത്. അതിനുശേഷം 1900 മുതൽ 1904 വരെ അവിടെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ലൈബ്രറിയനായി മാറുന്നതായും നമുക്ക് കാണാം. 1908 മുതൽ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു രാഷ്ട്രീയ രംഗപ്രവേശനം നടത്തുന്നുണ്ട്. അദ്ദേഹം തൊക്കാത്തിലെ ഭരണകൂടത്തിൻ്റെ അന്ന് അവർ രൂപീകരിച്ച പാർലമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായി മാറുവാനും ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതിനുശേഷം 1908 മുതൽ 12 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ബയാനുൽ ഹഖ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജേണലിന് ചീഫ് എഡിറ്ററായി മാറുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം അവിടെ ആ ഭാഗത്ത് CUP എന്ന് വിളിക്കപ്പെടുന്ന കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന് വിളിക്കപ്പെടുന്ന കമാലിസ്റ്റ് വിഭാഗത്തിൻ്റെ ഗ്രൂപ്പ് ശക്തമായി വരികയും ആ ഗ്രൂപ്പിനോട് ആദ്യഘട്ടങ്ങളിൽ ഇവരുടെ ഒരു നാഷണലിസ്റ്റിക് ടെൻഡൻസിയെ അംഗീകരിച്ചു കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അവർ ശക്തമായി മിദഹ് പാഷ, കമാൽ പാഷ, അൻവർ പാഷ അടക്കമുള്ള ആൾക്കാരുടെ വരവോടുകൂടി പിന്നീട് കമാൽ പാഷയുടെ തന്നെ വരവോടുകൂടിയും ഈ
കമ്മിറ്റി പ്രോഗ്രസ് ആൻഡ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ലക്ഷ്യങ്ങൾ മാറുകയും നാഷണലിസ്റ്റിക് ഫീലിംഗിനേക്കാളും അപ്പുറം ഇസ്ലാം വിരുദ്ധ ചിന്തകളിലേക്ക് പോകുന്നതോടുകൂടി ശക്തമായ ഓപ്പോസിഷണൽ നിലപാട് സ്വീകരിക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് സമർപ്പിക്കുകയും അദ്ദേഹം ചെറിയ ചില രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണവും നടത്തുന്നുണ്ട്. ഞാനിത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡാറ്റ എന്ന നിലയിൽ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രകളാണ്. പഠനവും കഴിഞ്ഞ് സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ ദർബാറിലെ പ്രധാനപ്പെട്ട ആളായി മാറുകയും ഉസ്മാനിയ ഖിലാഫത്തിലെ തന്നെ പ്രധാന ജേണലായ ബയാനുൽ ഹക്കിൻ്റെ എഡിറ്ററായി മാറുകയും പിന്നീട് ആ ഒരു സാഹിത്യ രചന പത്രപ്രസിദ്ധീകരണ മേഖലയിൽ നിന്ന് തന്നെ സജീവമാവുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹം 1908 മുതൽ 12 വരെയുള്ള ബയാനുൽ ഹക്കിൻ്റെ ചീഫ് എഡിറ്റർ പൊസിഷൻ നിൽക്കുന്ന ആ ഒരു കാലത്ത് തന്നെയും അദ്ദേഹം രാഷ്ട്രീയ രംഗപ്രവേശനം നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു റെപ്രസെൻറ്റേറ്റീവായി മാറുന്നതിന് ശേഷവും പിന്നീട് അദ്ദേഹം പാർട്ടി രൂപീകരിക്കുന്നു. അഹാലി പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പാർട്ടി 1910-ലും പിന്നീട് 1911 തൊട്ടടുത്ത വർഷം തന്നെ ഹുരിയത്ത് വ ഇൽത്തിഫാഫ് ലിബറേഷൻ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയും അദ്ദേഹം രൂപീകരിക്കാൻ നേതൃത്വം കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്ത വർഷം, അതായത് പാർട്ടികളുടെ ഈ ഒരു ആധിക്യം എന്ന് പറയുന്നത് പലപ്പോഴും പുതിയ ടെൻഡൻസി വരുമ്പോഴും പുതിയ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനോട് അനുകൂലമായി പ്രതികരിച്ചുകൊണ്ട് പുതിയ പാർട്ടികളുടെ രൂപീകരണം അദ്ദേഹം നടത്തിയെന്നുള്ളതാണ് ഈ പുതിയ പാർട്ടികളുടെ എണ്ണം നമുക്ക് കാണിക്കുന്നത്. 1912 ജമിയത്തെ ഇൽത്തിഹാദ് ഇസ്ലാമിക് യൂണിയൻ അസോസിയേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പാർട്ടിയുടെ രൂപീകരണവും അദ്ദേഹം നടത്തുന്നുണ്ട്. തൊട്ടടുത്ത വർഷമാണ് 1913 തുർക്കിയുടെ തന്നെ ചരിത്രത്തിലെ ആധുനിക തുർക്കിയുടെ തന്നെ ചരിത്രത്തിലെ സുപ്രധാന നിമിഷമാണ് ബാബെ അലി അട്ടിമറി എന്ന് വിളിക്കപ്പെടുന്ന ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ രാജധാനിയിലേക്ക് അവിടെ ഇടിച്ചു കയറുകയും ഈ നേരത്തെ പറഞ്ഞ പോലെ കമാലിസ്റ്റ് സൈന്യം അവർ ഇടിച്ചു കയറുകയും അതിൻ്റെ ഫലമായി എൻവർ പാഷ, തലത് പാഷ, ജമാൽ പാഷ എന്ന് വിളിക്കപ്പെടുന്ന 3 പാഷമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പട്ടാള അട്ടിമറി നടക്കുന്നത്. 1913 നടക്കുന്ന ഈ പട്ടാള അട്ടിമറിയോടുകൂടി പരിപൂർണമായും ഖിലാഫത്തിൻ്റെ അധികാരം സുൽത്താനിൽ നിന്നും ഇവരുടെ കയ്യിലേക്ക് മാറുന്ന ഒരു ചരിത്രമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടുകയും ഈജിപ്ഷ്യൻ ഭാഗത്തേക്ക് പോവുകയും പിന്നീട് റൊമേനിയൻ ഭാഗത്ത് കുറച്ചു കാലം താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടം മുതൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം നമുക്ക് കാണുവാൻ കഴിയും. പല ഭാഗത്ത് പ്രവാസിയായി ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനും കൂടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ സബ്രി എഫന്തി എന്ന് വിളിക്കുന്ന എന്ന പണ്ഡിതൻ. ഇദ്ദേഹം ആ ഒരു ഘട്ടത്തിലാണ് 1913-14 ഘട്ടത്തിലാണ് അവിടെ 1-ാം ലോക യുദ്ധം ഉണ്ടാകുന്നത്. ആ ലോക യുദ്ധത്തിൽ റൊമേനിയ ഖിലാഫത്ത് പിടിച്ചെടുക്കുന്നതോടുകൂടി അവിടുന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ജയിലിലിടുകയും വീണ്ടും കുറച്ചു കാലം ജയിലിൽ നിന്ന് റിലീസാവുന്നതോടുകൂടി പൊളിറ്റിക്സിൽ സജീവമാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഘട്ടത്തിലാണ്, അതായത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഘട്ടത്തിലാണ് അദ്ദേഹം വീണ്ടും ഒരു ഇസ്ലാമിക് ദാറുൽ ഹിക്മെ ഇസ്ലാമിയ എന്ന് പറയുന്ന അന്ന് ഉസ്മാനിയ ഖിലാഫത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായും മറ്റും ജോലി കയറുന്നത്. ഈ കാലഘട്ടത്തിന് ശേഷം, 1-ാം ലോകം ശേഷം 1919 ആദ്യമായി അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം പോസ്റ്റിലേക്ക്, അന്നത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്ന ദമാദ് ഫരീദ് പാഷയുടെ റെക്കമെൻഡേഷനിലൂടെ ഷെയ്ഖുൽ ഇസ്ലാം പദവിയിലേക്ക് അദ്ദേഹം വരുന്നത്. പിന്നീട് അദ്ദേഹം ഗ്രാൻഡ് വസീറായൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം അവിടെ താലി ഇസ്ലാമി ജമയത്തി അല്ലെങ്കിൽ സൊസൈറ്റി ഫോർ എവലേഷൻ ഓഫ് ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റായും കൂടി മാറുന്നു. അതായത് ഒരേ സമയം ലിറ്റററി കോൺട്രിബ്യൂഷൻ നടത്തുന്ന, അതിൻ്റെ കൂടെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ചെയിൻ തന്നെ രൂപീകരിക്കുന്ന, അതിൻ്റെ പേരിൽ അവിടുന്ന് അഭയാർത്ഥിയായി മറ്റുള്ള റൊമേനിയൻ അടക്കമുള്ള ഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്ന, നിർബന്ധിതരാവുന്ന, പിന്നീട് അവർ തിരിച്ച് അവിടേക്ക് പിടിച്ചു കൊണ്ടുവരികയും ജയിലിടുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ വീണ്ടും ആ ജയിൽവാസത്തിന് ശേഷം വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാവുന്നതാണ് നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് പോലും അദ്ദേഹം ഉയർന്നു വരുന്നുണ്ട്. 1922 വീണ്ടും തുർക്കി കേന്ദ്രീകരിച്ച്, അതായത് 1922 ആവുന്നതോടുകൂടി ഖിലാഫത്ത് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഒരു പതനം ശക്തമായി തന്നെ വ്യക്തമായി തന്നെ രൂപപ്പെടുകയും അതിനുശേഷം
അവിടെ കമാലിസ്റ്റ് വിഭാഗത്തിൻ്റെ സൈനിക മേധാവികളുടെ കയ്യിലേക്ക് അധികാരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് 1922 പിന്നീടുള്ള അതിന് മുന്നോട്ടുള്ള കാലഘട്ടം. അത് ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്ന നാഷണലിസ്റ്റ് ടർക്കിഷ് നാഷണലിസ്റ്റുകളായ കമാലിസ്റ്റുകളോട് ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും വീണ്ടും റൊമേനിയയിലേക്ക് രക്ഷപ്പെടുകയും ആ ഭാഗത്ത് വെച്ച് പിന്നീട് അവിടുന്ന് ഗ്രീസിൽ നിന്നും പിന്നീട് ഈജിപ്തിലേക്കുമൊക്കെ യാത്രകൾ തിരിക്കുന്ന അവസാനം ഈജിപ്തിൽ എത്തിച്ചേരുന്ന ഒരു ഭാഗമാണ്. 1930കളിൽ ഈജിപ്തിൽ എത്തിച്ചേരുകയും പിന്നീട് 1954 വരെ അവിടെ ജീവിക്കുകയും 54 അദ്ദേഹം മരണമടയുകയും ചെയ്യുന്ന ചരിത്രമാണുള്ളത്. ഈ റൊമേനിയയിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, അന്ന് അവിടുത്തെ ടർക്കിഷ് ഭരണാധികാരികൾ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ 150ഓളം വിമതന്മാരെ അറസ്റ്റ് ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നു, അവരെ ജയിലടയ്ക്കുവാൻ തീരുമാനിച്ചിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ സൊബരി എഫന്തി. അത്രത്തോളം രാഷ്ട്രീയ മേഖലയിൽ പോലും ശ്രദ്ധ നേടുവാനും ഓപ്പോസിഷണൽ ഫിഗറായി മാറുവാനും അദ്ദേഹത്തിന് ചരിത്രത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ നിരവധി കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടാവുന്നുണ്ട്. ഒന്ന്, സുൽത്താൻ അബ്ദുൽ ഹമീദ് പോലുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ട ഖലീഫയും അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഏറ്റവും ശക്തനായ അവസാനത്തെ ഖലീഫയോടും കൂടി സഹവസിക്കുവാനും അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട് ജീവിക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നു. അതുപോലെ തന്നെ പിന്നീട് ഈ കമ്മിറ്റി ഫോർ യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ ആദ്യകാല റിലീജിയസ് അതുപോലെ അവരുടെ നാഷണൽ ടെൻഡൻസിയോട് ചേർന്ന് നിൽക്കുവാനും കഴിയുന്നു. അതിനുശേഷം അതിൽ നിന്ന് അവരുടെ രീതികൾ മനസ്സിലാക്കി തെറ്റായ രീതിയിലേക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിൻ്റെ സാധ്യതയെയും സാന്നിധ്യത്തെയും തൂത്തെറിയാനുള്ള തരത്തിലേക്കാണ് ഇവർ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി ഇവരിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു രാഷ്ട്രീയ നിലപാടും സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളും കൂടി ഉണ്ടാവുന്നത്. രചനകൾ അദ്ദേഹം ഉസ്മാനി ടർക്കിഷിലും എഴുതുന്നുണ്ട്. ഉസ്മാനി ടർക്കിഷ് എന്ന് പറയുന്നത് പഴയ ടർക്കിഷിനാണ് ഉസ്മാനി ടർക്കിഷ് അല്ലെങ്കിൽ ഒട്ടോമൻ ടർക്കിഷ് എന്ന് പറയുക. മോഡേൺ ടർക്കിഷ് എന്നുള്ള പേരിലാണ്. ഉസ്മാനി ടർക്കിഷ്, മോഡേൺ ടർക്കിഷ് എന്ന് പറയുന്ന രണ്ട് വിഭജനമാണ് ഉള്ളത്. കാരണം മോഡേൺ ടർക്കിഷിൽ ലാറ്റിൻ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് രീതിയിലാണ്, ഒട്ടോമൻ ടർക്കിഷിൽ അറബി പേർഷ്യൻ സ്ക്രിപ്റ്റ് രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ ഈ ഭാഷയിൽ അറബിയിലും ഒട്ടോമൻ ടർക്കിഷിലുമാണ് സുപ്രധാനമായും അദ്ദേഹത്തിൻ്റെ രചനകൾ ഉള്ളത്. ഈ രചനകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം ഉസ്മാനി ഖിലാഫത്തിൻ്റെ രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥ, അതുപോലെ തന്നെ ഉസ്മാനി ഖിലാഫത്തിൽ രൂപപ്പെട്ട പുതിയ വെസ്റ്റേൺ ഐഡിയോളജികളുടെ അതിപ്രസരങ്ങൾ, അത് സെക്യുലറിസം ആവട്ടെ, ഡെമോക്രസി ആവട്ടെ, മോഡേണിറ്റി ആവട്ടെ, നാഷണലിസ്റ്റ് ടെൻഡൻസി ആവട്ടെ, വെസ്റ്റേണൈസേഷൻ പ്രൊജക്റ്റിൻ്റെ അതിപ്രസരമാവട്ടെ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ ശക്തമായ ഭാഷയിൽ വിമർശനത്തിന് വിധേയമാക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ സുപ്രധാനമായും മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അന്ന് ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന ഏകദേശം എല്ലാ പണ്ഡിതന്മാരെയും 1900കളിലും 1900ൻ്റെ അവസാനവും അതുപോലെ തന്നെ 1900കളിലും 1800കളുടെ അവസാനവും 900കളിലുമെല്ലാം ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് മികച്ചു നിന്ന പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളെ കൈകാര്യം ചെയ്യുന്ന രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മോഡേണിസ്റ്റ് ടെൻഡൻസിയോട് ചേർന്ന് നിന്ന് ഇസ്ലാമിക ആശയങ്ങൾക്കും മൗലിക ചിന്തകൾക്കും എതിരായ നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാരെയും ശക്തമായി വിമർശിക്കുന്ന രചനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കാസിം അമീൻ പോലുള്ള, നജീഫ് മഹ്ഫൂദ് പോലുള്ള, ത്വാഹ ഹുസൈൻ പോലുള്ള, അതുപോലെ തന്നെ അലി അബ്ദുർ റാസിഖ് ഹൈക്കലിനെ പോലുള്ള വെസ്റ്റേൺ മോഡേണിസ്റ്റ് ചിന്തകൾ ശക്തമായി സ്വാധീനം ചെലുത്തിയ മുസ്ലിം പണ്ഡിതന്മാരെയും ഇൻ്റലക്ച്വലുകളെയും അതിനിഷിമിതമായി വിമർശിക്കുന്ന രചനകൾ അദ്ദേഹത്തിൻ്റെ രചനകൾക്കിടയിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് അബ്ദു, റഷീദുള്ള, മഹ്മൂദ് ഷൽത്തൂത്ത്, ആ ഒരു കാലഘട്ടത്തിൽ സുപ്രധാനമായി ഇസ്ലാമിക ചിന്തകരെയും അദ്ദേഹം വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട്. റഷീദുള്ളയെയും മുഹമ്മദ് അബ്ദുവിനെയും പോലുള്ള ഒരു മോഡേണിസ്റ്റ് ചിന്തകളുടെ സ്വാധീനമുണ്ടായിരുന്ന പണ്ഡിതന്മാരെയും അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ രചനകളുടെ ഒരു പൊതുവായ രീതി. അതിൽ രചനകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഉസ്മാനി ടർക്കിഷ് അദ്ദേഹം എഴുതുന്ന പ്രധാനപ്പെട്ട ഒരു കിതാബ് ഇസ്ലാം ദ മുനാഖഷയ ഹെദഫ് ഒലാൻ മെസ്രലർ എന്ന് പറയുന്ന ഒരു ബുക്കാണ്.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ബയാനുൽ ഹക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജേണലിൽ 1908 മുതൽ 11 വരെ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണത്. ഈ സമാഹാരത്തിൽ അദ്ദേഹം ഇസ്ലാം ഇപ്പോൾ നേരിടുന്ന കോൺട്രവേഴ്ഷ്യലായ വിവാദങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ലേഖനങ്ങളുടെ സമാഹാരമുള്ളത്. അതിൽ അന്ന് പ്രധാനമായും കത്തി നിന്നിരുന്ന ബഹുഭാര്യത്വം, അതുപോലെ തന്നെ ഡൈവോഴ്സ്, ലേബർ ക്യാപിറ്റൽ, ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം, കലാപരമായ മ്യൂസിക് പോലുള്ള വിഷയങ്ങളെക്കുറിച്ചും, ഇൻഷുറൻസിനെ കുറിച്ചും, ഗ്യാംബ്ലിങ്ങിനെ കുറിച്ചും, ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും, അതുപോലെ ഫിദിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കുറിച്ചും അദ്ദേഹം ഈ കിതാബിൽ വിശദമായി സംസാരിക്കുന്നുണ്ട്. മറ്റൊരു ബുക്ക് എനി ഇസ്ലാം മുജ്തഹിദിലരിൻ ഖിയാമത്തി ഇൽമിലേസി എന്ന് പറയുന്നതാണ്. അതായത് പുതിയ കാല ഇസ്ലാമിക നവോത്ഥാന നായകരുടെ അക്കാദമിക മൂല്യങ്ങൾ എന്നാണ് ആ ബുക്കിൻ്റെ ഒരു പേര് തന്നെ. ഇതിൽ അദ്ദേഹം അന്നത്തെ ഒരു മോഡേണിസ്റ്റ് പണ്ഡിതനായിരുന്ന മൂസ ചാറുല്ല ബിഗീഫ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ ശക്തമായി വിമർശിക്കുന്ന അദ്ദേഹത്തെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ശക്തമായി വിമർശിക്കുന്ന ഒരു രചനയാണ് അതിൽ അദ്ദേഹം, അതായത് ഒരു മോഡേണിസ്റ്റ് വ്യൂ പോയിന്റ് ഉള്ള ആളായിരുന്നു മൂസ ചാറുല്ല എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ ശക്തമായി വിമർശിക്കുന്ന രചനയായിട്ടാണ് നമുക്ക് ഈ കിതാബിനെ കാണുവാൻ കഴിയുന്നത്. അതിൽ ഇബ്നു അറബീനെ പോലുള്ള, ഇബ്നു ഖയ്യിം ജൗസീനെ പോലുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ എല്ലാം റെഫർ ചെയ്തുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ സബരി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കിതാബ് ദീനി മുജദ്ദിദിലർ യഹൂദ് തുർക്കിയെ ഇജിൻ നജാത്ത് വൈ ഇത്തില യൊല്ലാരിൻ അബിർ റഹ്ബർ. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നവോത്ഥാന്മാരെ കുറിച്ച് തന്നെയാണ് ഈ ബുക്കും. അതിൻ്റെ പറ്റിയ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സാൽവേഷനും വിമോചനത്തിനും തുർക്കിയുടെ തന്നെ ഒരു ഡെവലപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് എന്നാണ് ഇദ്ദേഹം ആ ബുക്കിന് പേര് കൊടുത്തത്. ഈ ബുക്കിലും അദ്ദേഹം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് ആ കാലത്ത് ഉണ്ടായിരുന്ന ഹാഷിം നഹീദ് എന്ന് വിളിക്കുന്ന ഒരു മോഡേണിസ്റ്റ് പണ്ഡിതൻ്റെ രചനയായ തുർക്കിയ ഈജിൻ നജാത്ത് വൈ ഇൽത്തിയായൊല്ലാൽ, തുർക്കിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വഴി എന്ന് പറയുന്ന കിതാബിനുള്ള ഒരു റെഫ്യൂട്ടേഷനും കൂടിയാണ്. കാരണം അതിൽ പലതും നാഷണലിസ്റ്റ് ടെൻഡൻസിക്ക് വേണ്ടി മാത്രം തുർക്കിയെ വിശദീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു നാഷണലിസത്തിൻ്റെ അപ്പുറം ഇസ്ലാമികമായ ചില പൊളിറ്റിക്കൽ ഫ്രെയിംവർക്കും കൂടി തുർക്കിയുടെ വികസനത്തിന് മുന്നോട്ട് വെക്കണം എന്ന് പറയുന്ന രചനയാണ് ഈ രചന. അതിൽ ഫിഖ്ഹിനെ കുറിച്ചും ഇജ്തിഹാദിനെ കുറിച്ചും മഖാസിദ് ശരിയയെ കുറിച്ച് പോലും 1900 ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഖാസിദ് ശരിയയെ കുറിച്ച് പോലും, അതുപോലെ തന്നെ ഇസ്ലാമിക് വാല്യൂസിൻ്റെ എത്തിക്സിനെ കുറിച്ചും, അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളും അവരുടെ അപജയങ്ങളെയും പതനങ്ങളെക്കുറിച്ചുമെല്ലാം, അതിൻ്റെ കൂടെ വെസ്റ്റേൺ സിവിലൈസേഷനെ കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ മുസ്ലിങ്ങൾക്കുണ്ടാവുന്ന പതനങ്ങളെ കൂടിയും, അതിൻ്റെ കൂടെ തന്നെ മുസ്ലിങ്ങളുടെ സ്ത്രീകളുടെയും ആണുങ്ങളുടെയും പൊസിഷനെക്കുറിച്ചും അവരുടെ ഈക്വാലിറ്റിനെ കുറിച്ചുമെല്ലാം, അതിൻ്റെ കൂടെ തസവുഫി ഓറിയൻറ്റേഷനുള്ള അള്ളാഹുവിനോട് അനുരാഗവും അതുപോലെ തന്നെ ഭയവും ഒരുപോലെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്ന കിതാബാണ് ഞാൻ ഈ പറഞ്ഞ ബുക്ക്. അപ്പം അങ്ങനെ വൈവിധ്യമുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഫിലോസഫിയും മോഡേണിറ്റിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ വളരെ ഒരു ഓൾട്ടർനേറ്റീവായി സമർപ്പിക്കുന്ന രചന കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ബുക്ക്. അതല്ല, മറ്റൊരു ബുക്ക് ഇസ്ലാം ദ ഇമാമത്തെ കുബ്ര, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് ഇൻ ഇസ്ലാം എന്ന് പറയുന്ന ബുക്ക്. ഈ ബുക്ക് അലി അബ്ദുർ റാസിഖ് എന്ന് വിളിക്കപ്പെടുന്ന അസരി പണ്ഡിതൻ്റെ ഇസ്ലാം വ ഉസൂൽ ഹുക്ം എന്ന് പറയുന്ന കിതാബിനുള്ള മറുപടിയാണ്. ആ കിതാബിലൂടെ ഇസ്ലാമിന് ഒരു സ്റ്റേറ്റ് റിലീജിയൻ സെപ്പറേഷനെ കുറിച്ച് സംസാരിക്കുന്ന ബുക്കാണ് അലി അബ്ദുർ റാസിഖിൻ്റെ ബുക്ക്. ആ ബുക്കിനൊരു മറുപടി എന്ന നിലയിലാണ് അദ്ദേഹം ഈ കിതാബ് എഴുതുന്നത്. ഈ കിതാബിൽ അതുകൊണ്ട് തന്നെ ദീനിനെ കുറിച്ചും ഒരു ദൗലത്തിനെ കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഇവരുടെ CUP, അതായത് കമ്മ്യൂണിറ്റി ഫോർ യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന് വിളിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇൻ്റർനാഷണൽ ദേശീയ അന്താരാഷ്ട്രീയ പോളിസിയെക്കുറിച്ചും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഉസ്മാനിയ ഖിലാഫത്തിനുള്ള നിലപാടൊക്കെയും ചർച്ച ചെയ്യുന്ന കിതാബാണ് ഈ ബുക്ക്. ഇതല്ലാതെയും അദ്ദേഹത്തിൻ്റെ അറബി കിതാബുകളും കൂടി നമുക്ക് കാണുവാൻ കഴിയും. അറബി കിതാബുകളിൽ കുറച്ചും കൂടി ആഴത്തിൽ പൊതുവായ മുസ്ലിം സമൂഹത്തെ സമീപിക്കുന്ന രചനകളാണ്. അതിൽ അൻ നക്കീർ അലാ മുൻകിരി നഅമ മിനദ്ദീൻ വൽ ഖിലാഫ വൽ ഉമ്മ,
അതായത് ഉമ്മത്തിൻ്റെയും ഖിലാഫത്തിൻ്റെയും ദീനിൻ്റെയും വിഷയങ്ങളിൽ അതിനെ എതിർക്കുന്ന ആ ഒരു നിഅമത്ത് എന്ന് പറയുന്ന ദൗലത്തിനെ, ഭരണകൂടത്തിൻ്റെ ആശയത്തെ എതിർക്കുന്നവർക്കുള്ള ഒരു മറുപടി, ഒരു റെഫ്യൂട്ടേഷൻ എന്ന നിലയിലാണ് അദ്ദേഹം ഈ ബുക്കിൽ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു റിലീജിയസ് അതോറിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം ഈ രചനയിൽ കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ മറ്റൊരു അറബി ബുക്കാണ് അദ്ദേഹത്തിൻ്റെ മസ്അല തർജുമത്ത് ഖുർആൻ. ഖുർആനിൻ്റെ കണ്ടന്റിനെ കുറിച്ചും ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന വിവിധ ഫിഖ്ഹുകളെ കുറിച്ചും, അത് ഇമാം അബൂ ഹനീഫ ആവട്ടെ, തുർക്കി ഉസ്മാനി ഭാഗത്ത് കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന അൽ കാസാനി, ഫരീദ് വജുദി, ഷേഖ് മറാഖി അടക്കമുള്ള ആൾക്കാരുടെ ഫിഖ്ഹി കാഴ്ചപ്പാടുകളെയും തഫ്സീറുകളുടെ കാഴ്ചപ്പാടുകളെയും എല്ലാം വിമർശിക്കുകയും നിരൂപണം ചെയ്യുകയും ചെയ്യുന്ന കിതാബാണ് മസ്ലയെ തർജുമത്തെ ഖുർആൻ എന്ന് പറയുന്ന കിതാബ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്കാണ് മവാഖിഫുൽ ബഷർ തഹ്ത സുൽത്താനുൽ ഖദർ എന്ന് പറയുന്ന കിതാബ്. ഈ ബുക്കിൽ അന്ന് തുർക്കി അല്ലെങ്കിൽ ഉസ്മാനി അറബ് ഭാഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന തിയോളജിക്കലായ, സ്കോളസ്റ്റിക്കായ ഇൽമുൽ കലാമിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിവിധ ഗ്രൂപ്പുകളുടെ, അഷ്അരി, മാതുരീദി, ജബരി, ഷിയഈ അടക്കമുള്ള വിവിധ ഗ്രൂപ്പുകളുടെ തിയോളജിക്കലായ അഖീദാപരമായ ചർച്ചകൾ നിരൂപണം ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ അബൂ ഇസ്ഹാഖ് ഇസ്ഫറാനി, ഇമാം ബാഖില്ലാനി, ഇമാം ഹറമൈൻ അൽ ജുവൈനി, തഫ്തസാനി, നസഫി, ഗരൻബവി, ദവാനി, ഇബ്ൻ അറബി, ആലൂസി, അതുപോലെ തന്നെ മുഹമ്മദ് ഗുഹൈത്ത്, മുഹമ്മദ് അബ്ദു അടക്കമുള്ള അന്ന് പഴയ കാലം മുതൽ പുതിയ കാലം വരെ ഉണ്ടായിരുന്ന വിവിധ പണ്ഡിതന്മാരുടെ തിയോളജിക്കൽ ഡയമെൻഷനെയും കൂടി കൈകാര്യം ചെയ്യുന്ന ബുക്കാണ് ഞാൻ പറഞ്ഞ ഈ മവാഖിഫ് എന്ന് പറയുന്ന കിതാബ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട മറ്റൊരു രചനയും കൂടിയുണ്ട്, ഖൗലു ഫിൽ മർഅ വ മുഖാറനാതുഹു ബി അഖ്വാലിൽ മുഖല്ലിദ അൽ ഗർബ്. അതായത് സ്ത്രീകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും സ്ത്രീകളുടെ വിഷയത്തിൽ പാശ്ചാത്യരെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും പറയുന്ന ബുക്കാണ്. അതിലും ഈ അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ പൊസിഷൻ എന്താണെന്നും അത് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും ചർച്ചയെക്കുറിച്ചുമെല്ലാം അതിൽ ആ രചനയിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അന്ന് മുസ്ലിം ലോകത്ത് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരുന്ന ഫെമിനിസ്റ്റ് ടെൻഡൻസിയെയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു ബുക്കാണ് അൽ ഖൗലുൽ ഫസ്ൽ ബൈനല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വല്ലദീന ലാ യുഅ്മിനൂൻ. ഗൈബിൽ വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ബുക്കാണ്. ഈ രചനയിലാണ് മുഹമ്മദ് അബ്ദു, റഷീദുള്ള, ഫരീദ് വജിദി, സക്കി മുബാറക്, മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെ പോലുള്ള ആൾക്കാരെ, അതായത് മൗജിസത്തുമായി ബന്ധപ്പെട്ട്, കറാമുമായി ബന്ധപ്പെട്ട്, മെറ്റാഫിക്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള പണ്ഡിതന്മാരെ സാമ്പ്രദായിക വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് എതിർക്കുന്ന ഒരാളായി മുസ്തഫ സ്വബരി എഫന്തി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട രചന മവാഖിഫുൽ അഖ്ൽ വൽ ഇൽം എന്ന് പറയുന്ന കിതാബാണ്. ഇതിൽ അന്ന് വരെ ഇസ്ലാമിക ലോകത്ത് സ്വാധീനമുണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള തിയോളജികളെ, ഫിലോസഫിയെ എപ്പിസ്റ്റിമോളജിക്കൽ, തിയോളജിക്കൽ, ഫിലോസഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ആഴത്തിൽ കൈകാര്യം ചെയ്യുന്ന കിതാബാണ്. ഈ ഒരു രചനയിൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും, അതുപോലെ തന്നെ ഇവല്യൂഷൻ തിയറിനെ കുറിച്ചുള്ള ചർച്ചകൾ, കാന്റ് പോലുള്ള ആൾക്കാരുടെ, ഡാർവിൻ പോലുള്ള ആൾക്കാരുടെ ചിന്തകളെ ശക്തമായി വിമർശിക്കുന്ന കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ എപ്പിസ്റ്റിമോളജിക്കൽ ഡയമെൻഷനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗങ്ങൾ എല്ലാം ഈ കിതാബിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ കിതാബിൽ തന്നെയാണ് അഖീദാപരമായ വിഷയങ്ങളിലും ഫിഖ്ഹ്പരമായ വിഷയങ്ങളുമെല്ലാം സമൂഹത്തിൻ്റെ സമകാലിക ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ ഇജ്തിഹാദിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഈ കിതാബിൽ അദ്ദേഹം ആഴത്തിൽ സംസാരിക്കുന്നത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം നിരവധി അന്നുണ്ടായിരുന്ന ധാരാളം ജേണലുകളിൽ അദ്ദേഹം ആർട്ടിക്കിളുകൾ എഴുതുന്നുണ്ട്. ഈ പല ആർട്ടിക്കിളും പിന്നീട് സ്വതന്ത്രമായ ബുക്കായി മാറിയതായി നമുക്ക് കാണാം. അതിൽ ബയാനുൽ ഹക്ക് പോലെ, സബീലുർ റഷാദ്, താരീഖ്, ഇഖ്തിദാം, മാലൂമാത്ത്, ആലംദാർ, മസ്ലക്, തഹസീസാത്ത് അടക്കമുള്ള നിരവധി
ജേണലുകളിലും പത്രങ്ങളിലും പീരിയോഡിക്കൽസിലും അദ്ദേഹം ധാരാളം ആർട്ടിക്കിളുകളും എഴുതുന്നുണ്ട്. ഈ ആർട്ടിക്കിളെല്ലാം പഠനവുമാണ്, ഓരോ പഠന രീതികളിലാണ് അദ്ദേഹം ഈ ആർട്ടിക്കിളെല്ലാം എഴുതുന്നത്. അതിൻ്റെ കൂടെ ഇദ്ദേഹം നിരവധി വിഷയങ്ങൾ, ഉസൂൽ ഫിഖിൻ്റെ വിഷയത്തിലാവട്ടെ, അതുപോലെ ലോജിക്കലാവട്ടെ, അഖീദ, ഫിഖ്, കലാം, തസവുഫ് അടക്കമുള്ള വിവിധ വിഷയങ്ങളിലും അദ്ദേഹം കിതാബുകൾ എഴുതുന്നുണ്ട്. കിതാബ് എഴുതുക എന്ന് പറയുന്നത് ഒരു പണ്ഡിതൻ വെറുതെ ഒരു കിതാബ് എഴുതി എന്നത് മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം പദവിയിലിരുന്ന ഒരു പണ്ഡിതൻ കിതാബ് എഴുതുമ്പോൾ അറബ്, തുർക്കി ഖിലാഫത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രചനകൾ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഈ രചനകളിലൂടെയെല്ലാം അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് ഉസ്മാനി ഖിലാഫത്തിലേക്ക് ആഴത്തിൽ സ്വാധീനം തേടിക്കൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ സിവിലൈസേഷനെ ചെറുക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ സിവിലൈസേഷനെ അവരിൽ വല്ലാണ്ട് ഇംപ്രസ്ഡ് ആവാൻ നിങ്ങൾ പാടില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽ പ്രൊജക്റ്റുകൾക്ക് പുറകെ പോകുന്നതിന് പകരം ആത്മീയപരമായ ഒരു ഉന്നമനം നമ്മുടെ സമൂഹത്തിന് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത മുസ്ലിം ഖിലാഫത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വളരെ വ്യതിരിക്തമായ ചർച്ചകളാണ്. ആ ഖിലാഫത്തിൽ അദ്ദേഹം ഖിലാഫത്തിന് ഇൽഗാസിനിൻ അർക്കപ്ലാൻ, ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ അദ്ദേഹം, ഒരു കിതാബ് അദ്ദേഹം എഴുതുന്നുണ്ട്. ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണം, ഖിലാഫത്തിൻ ഇൽഗാസിനിൻ അർക്കപ്ലാൻ എന്നാണ് അതിൻ്റെ ടർക്കിഷ് രൂപം. ഈ രചനയിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് കമാലിസ്റ്റ് ഭരണകൂടം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇത്രത്തോളം ഇൻ്റർഫിയർ ചെയ്യുന്നതെന്ന് അദ്ദേഹം കൈകാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം എണ്ണി പറയുന്നത് ഉസ്മാനികളെ അധികാരത്തിൽ നിന്ന് ഓടിച്ചു വിടുക എന്നുള്ളതും കമാൽ പാഷ അധികാരത്തിൽ ഏറ്റെടുക്കുക എന്നുള്ളതുമാണ് ഒരു കാരണമായി പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഗ്രാജുവലി ഉസ്മാനിയ ഖിലാഫത്തിനെ ഭൂമിയിൽ തന്നെ തുടച്ചു നീക്കിക്കളയുക. ഇത് പറയുന്നത് ഖിലാഫത്തിൻ്റെ തകർച്ചയിൽ മുമ്പുള്ള കാലമാണ്. അത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഈ രചനകൾ നടത്തിയിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഖിലാഫത്തിനെ കുറിച്ചുള്ള ചില പുനരാലോചനയും കൂടി ഇദ്ദേഹം ഈ രചനയിൽ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഖിലാഫത്ത് എന്ന് പറയുന്നത് രണ്ട് തരമാണ്. ഒന്ന് ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി എന്ന നിലയിൽ ഒരു ടെമ്പററായ ഒരു ഗവൺമെൻറ്റാണ്, എല്ലാ കാലത്തുമേ അല്ല, ഒരു ടെമ്പററായ ഒരു ഗവൺമെൻറ്റാണ്. അതിന് ഒരു സ്പിരിച്വൽ റെപ്രസെൻറ്റേഷനും ഖിലാഫത്തിന് വേണം. എന്നതുകൊണ്ട് തന്നെ എല്ലാ നാടുകളും ഒരുപോലെ ഒരു ഖിലാഫത്തിന് കീഴിൽ വരേണ്ടതില്ല. ഒരുപാട് ഒരേ സമയം പ്ലൂരാലിറ്റി ഓഫ് ഖലീഫേറ്റ്, ഖിലാഫത്തിൻ്റെ വിവിധ ഘടകങ്ങൾ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നതിൽ ശറഈ അനുവാദമുണ്ട് എന്ന് വിശദീകരിച്ച ആളാണ്. അത് വ്യത്യസ്ത ഗവൺമെൻറ്റുകൾ നിലനിൽക്കുന്നത് പോലെ വിവിധ ഖിലാഫത്തും നിലനിൽക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ഇങ്ങനെ വിവിധ ഖിലാഫത്തുകൾ ഉള്ളപ്പോൾ അതിലൊരു വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു ഡൊമിനൻസിൻ്റെ അധികാര പ്രശ്നങ്ങളോ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി, ഈ ഖിലാഫത്തുകൾക്കിടയിൽ ഒരു ഹയറാർക്കി രൂപീകരിക്കുന്നത് നന്നായിരിക്കും. ഏറ്റവും പവർഫുള്ളായ ഒരു ഭരണാധികാരി ഒരു ഹൈ ഖലീഫ എന്ന രീതിയിലാവുകയും ബാക്കിയുള്ള എല്ലാവരും ഇദ്ദേഹത്തിനെ അനുസരിക്കുകയും എന്നാൽ അതേസമയം തന്നെ ഒരു ഫെഡറൽ സംവിധാനം പോലെ സ്വതന്ത്രമായി ഖിലാഫത്ത് കൊണ്ടു നടക്കാനുള്ള അനുവാദവും അവർക്ക് ലഭിക്കും എന്ന രീതിയിലുള്ള ചിന്ത അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് കാണുവാൻ കഴിയും. ഇതേപോലെ അദ്ദേഹത്തിൻ്റെ വിവിധ ചിന്തകളിലൂടെയും കിതാബുകളിലൂടെയും കടന്നു പോകുമ്പോൾ വെസ്റ്റേൺ ആശയത്തിനെതിരെ ശക്തമായി ഇസ്ലാമിക ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെയും ഖിലാഫത്തിനെയും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിൽ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് അദ്ദേഹത്തെ വീക്ഷിക്കാം. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അന്ന് അതുവരെ നിലവിലുണ്ടായിരുന്ന സകലവിധ വൈജ്ഞാനിക മേഖലകളിലും ഇടപെടുകയും അതിൽ രചനകൾ നടത്തുകയും അതിൻ്റെ കൂടെ തന്നെ അത് സമകാലിക ഇസ്ലാമിക സമൂഹത്തിന് വായിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ലോജിക്കലായി സമർപ്പിച്ച ആളും കൂടിയാണ് അദ്ദേഹം. അതുപോലെ മുസ്ലിം സമൂഹത്തിൽ അന്ന് വ്യാപകമായിക്കൊണ്ടിരുന്ന മോഡേണിറ്റിയുടെ അതിപ്രസരത്തെ ചെറുക്കുവാനും അത് പ്രബലരായ പണ്ഡിതന്മാരെ തന്നെ വിമർശന വിധേയമാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞതായി നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതിൻ്റെ കൂടെ ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യം ചെലുത്തുകയും ഈജിപ്തിൽ താമസിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈജിപ്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെ തന്നെ അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ നിരവധി ലേഖനങ്ങൾ എഴുതുകയും ഇവർ മുഹമ്മദ് അബ്ദു അടക്കമുള്ള ആൾക്കാരെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സ്കെപ്റ്റിക്കാണ്, മൂപ്പരൊരു സന്ദേശവാഹിയായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അഖീദ അല്ലെങ്കിൽ ആ ഒരു ഇസ്ലാമിക ചിന്തയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നോ എന്നൊരു സംശയം പോലും
സൊബരി എഫന്തി മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് പറയുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആ ആൻഡ്രൂ ഹെമ്മണ്ടിൻ്റെ ഒരു വർക്കുണ്ട്, മുഹമ്മദ് അബ്ദുവിനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ശേഖരിച്ചൊരു വർക്കാണ്. അദ്ദേഹം അതിൽ വിശദമായി പറയുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അവിടെയുണ്ടായിരുന്ന ഈജിപ്തിലുണ്ടായിരുന്ന വിവിധ പണ്ഡിതന്മാരെ ഹിപ്പോക്രറ്റിക്കൽ മുസ്ലിംസ് എന്ന രീതിയിലാണ് അദ്ദേഹം വിളിക്കുന്നത്. അല്ലെങ്കിൽ വെസ്റ്റേൺ ചിന്തയ്ക്ക് ഹൃദയം കടം കൊടുത്ത, ഇല്ലാതാക്കിയ, അല്ലെങ്കിൽ വെസ്റ്റേൺ ചിന്തകൾ കൊണ്ട് ഹൃദയം കേടായിപ്പോയ ആൾക്കാരെന്നും ഈജിപ്തിലെ പണ്ഡിതന്മാരെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നവോത്ഥാനത്തിൻ്റെ പ്രധാന കേന്ദ്രമായി മാറുന്നത് അറബ് നാടുകളിൽ ഈജിപ്റ്റാണ്. ആധുനിക നവോത്ഥാനത്തിൻ്റെ കേന്ദ്രമായി മാറുന്ന ഈജിപ്റ്റാണ്. പക്ഷേ ആ നവോത്ഥാനത്തിൻ്റെ പല അംശങ്ങളും വെസ്റ്റേൺ ഫിലോസഫിയുമായും വെസ്റ്റേൺ തത്വചിന്തയുമായും അവിടുത്തെ മോഡേൺ ചിന്തകളുമായും നല്ല ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ സൊബരി എഫന്തി ഇവരെ ശക്തമായ വിമർശനത്തിന് വിധേയമാക്കുന്നതായും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ രചനകളൊക്കെ നടത്തുന്നത്. അതിൽ തന്നെയും പബ്ലിഷ് ചെയ്യാത്ത നിരവധി മാനുസ്ക്രിപ്റ്റ് പോലും ബാക്കിയായിട്ടാണ് അദ്ദേഹം മരണമടയുന്നത്. സെയ്ദുൽ ഖാത്തിർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഓർമ്മക്കുറിപ്പുകൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് പബ്ലിഷ് ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രവിധാനത്തെക്കുറിച്ചും അന്ന് തുർക്കിയുടെ 1925 ഈ ഖിലാഫത്തിനെ മാറ്റി പുതിയ തുർക്കി ഭരണകൂടം സ്ഥാപിച്ചതിന് ശേഷം അവിടുത്തെ ഒരുപാട് ഈ പരിഷ്കരണങ്ങളുടെ പേരിൽ ഡ്രസ് കോഡ് പോലും മാറ്റുന്ന സാഹചര്യത്തിലേക്ക് കമാൽ പാഷ മാറുന്നുണ്ട്. 1925 യൂറോപ്യൻ ഹാറ്റും ഫ്രഞ്ച് സ്ത്രീകളുടെ ഡ്രസ് കോഡും കടമെടുക്കുന്ന ഒരു നിയമം 1925 നടപ്പിലാക്കുന്നുണ്ട്. അതിനെതിരെ മറുപടി എന്ന നിലയിൽ അദ്ദേഹം കിതാബ് എഴുതുന്നുണ്ട്. അതായത് ഹുക്കുമുൽ ലബ്സ് വൽ ഖുബ്ബ എന്ന് പറയുന്ന അവരുടെ, അതായത് വെസ്റ്റേൺ ഹാറ്റിനെതിരെയും ഫ്രഞ്ച് സ്ത്രീകളുടെ വസ്ത്രത്തിനെതിരെയുമുള്ള ഹുക്കും എന്ന രീതിയിൽ അദ്ദേഹം കിതാബ് എഴുതുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കവിത്വം സൂക്ഷിച്ച കവിതകളോടും അന്നത്തെ അറബ് നാടുകളുടെയും ഖിലാഫത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലുള്ള കവിതയുമായും സാഹിത്യ വികാസങ്ങളുമായും നല്ല ബന്ധം സൂക്ഷിച്ച അദ്ദേഹം മുഖ്താറാത്ത് മിൻ അശ്ശഅറിൽ അറബി, അന്നത്തെ അറബ് സാഹിത്യത്തിൻ്റെ ഒരു ആന്തോളജി പോലും അദ്ദേഹം എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചിന്തിച്ച അദ്ദേഹം നിരവധി ഘട്ടങ്ങളിലൂടെ രാഷ്ട്രീയ വികാസത്തിലൂടെ വളർന്ന് പ്രവാസിയായും വളർന്ന് ഓപ്പോസിഷണൽ ഫിഗറായി നിന്ന് ഷെയ്ഖുൽ ഇസ്ലാമായും തന്നെ ഒരു കാലഘട്ടത്തിൽ വളർന്ന അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളിൽ അവസാനം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഷഹീദ് ഹസനുൽ ബന്നയുടെ ചിന്തകളിൽ പോലും, അല്ലെങ്കിൽ ഇഖ്വാൻ മുസ്ലിമിൻ്റെ വൈജ്ഞാനിക വികാസത്തിൽ പോലും മുസ്തഫ സൊബരിയുടെ രചനകളും ചിന്തകളും നല്ല സ്വാധീനം ചെലുത്തിയതായും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. കാരണം മോഡേണിറ്റിയുടെ വെസ്റ്റേണൈസേഷൻ പ്രൊജക്റ്റിൻ്റെ അതിൻ്റെ കൂടെ തന്നെ അറബ് നാടുകളിലുണ്ടായ അറബ് നാടുകളിലെ ഇസ്ലാഹി ചിന്തകൾ പലതും ഒരു മോഡേണിറ്റിയുടെ കണക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇമ്പീരിയലിസത്തിനെതിരെയും കൊളോണിയലിസത്തിനെതിരെയും വിവിധ ചിന്താധാരകൾക്കെതിരെയും അന്നത്തെ ഒരു കൺവെൻഷണൽ മുസ്ലിം പണ്ഡിത ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ സൊബരി എഫന്തിയുടെ സംഭാവനകൾ. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇഖ്വാൻ മുസ്ലിം ബ്രദർഹുഡിൻ്റെ പണ്ഡിതന്മാർക്കും പിന്നീടുള്ള വളർച്ചയ്ക്കും ഇദ്ദേഹത്തിൻ്റെ രചനകൾ പോലും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു തരത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് തന്നെ പിന്നീട് അവിടുത്തെ പ്രധാനപ്പെട്ട റിബലായി മാറുകയും അതിൻ്റെ കൂടെ വൈജ്ഞാനിക മേഖലകളിൽ ഇസ്ലാമിൻ്റെ പേരിലും ഖിലാഫത്തിൻ്റെ പേരിലും വലിയൊരു ഡിഫെൻസീവ് മെക്കാനിസം തന്നെ രൂപീകരിക്കുന്ന ഒരാളായി മാറുവാൻ ഷെയ്ഖുൽ ഇസ്ലാം മുസ്തഫ എഫന്തിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.